അപ്പോൾ ഇന്നൊരു പുതിയ ട്രിക്കിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു പെട്ടിച്ചീട്ടുണ്ട്. ഇത് ഞാനായിട്ട് ഇതിലൊന്നും ട്രിക്ക് ഒപ്പിച്ച് വെക്കുന്ന ഒന്നുമില്ല. ഇത് ഓഡിയൻസിൻ്റെ കയ്യിൽ തന്നെ തരാം. അവർക്ക് തന്നെ ഷഫിൾ ചെയ്ത് അവർക്ക് തന്നെ ചീട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതൊന്ന് കാണിച്ചു തരാം. കാരണം ഇന്നലെ ഒരു പരാതി പറഞ്ഞാൽ എല്ലാം ഒരേ കാർഡായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിയൻസിൻ്റെ കയ്യിലേക്ക് ഇത് കൊടുക്കും. ഇതിപ്പോൾ 1 2 3 4 5 6 7 8 9 കാർഡ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇഷ്ടമുള്ള ഏത് സെലക്ട് ചെയ്യണം. കണ്ട, ഇത് ഇവിടെ വെക്കോട്ടെ. ഇനി ഇതിനൊന്ന് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം ഇനി ഈ കണ്ട കാർഡ് എനിക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കും. അതിന് എനിക്ക് കറക്റ്റ് ഉത്തരം തരണമെന്നില്ല. തെറ്റിച്ചും പറയുന്നത് എനിക്ക് ശരിയായിട്ടും പറയും. അത് നിൻ്റെ തീരുമാനം. ഇപ്പോൾ ഇത് നീ കണ്ടത് ചിലപ്പോൾ ഡയമണ്ട് ആയിരിക്കും. പക്ഷെ നിനക്ക് പറയാം കണ്ടത് ഹാർട്സ് ആണ് കണ്ടതെന്ന് പറയാം, അല്ലെങ്കിൽ സ്പെയ്ഡാണ് കണ്ടത്, അല്ലെങ്കിൽ ക്ലബ്സ് ആണ് കണ്ടത്, എന്തേതും പറയാം. അപ്പോൾ നീ കണ്ട കാർഡ് ഏതായിരുന്നു? ഡയമണ്ട്. അപ്പോൾ DIAMOND ഡയമണ്ട്. അത്രയും സ്പെല്ല് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മേളിലത്തെ കാർഡും താഴത്തെ കാർഡും എടുത്ത് മാറ്റും. അപ്പോൾ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നീ കണ്ടത് നമ്പറാണോ ലെറ്ററാണോ? സത്യം പറയണമെന്നില്ല, സത്യം പറയുകയും ചെയ്യുന്നില്ല. നമ്പർ കണ്ട് NUMBER. ഞാൻ അതിന് മേലത്തെ കാർഡും താഴത്തെ കാർഡും എടുത്ത് മാറ്റുന്നു. ഇപ്പോൾ 5 കാർഡുണ്ട്. അതിലടുത്ത ക്വസ്റ്റ്യൻ, നീ കണ്ടത് ഏത് നമ്പറാണെന്ന് പറയാം. അത് തെറ്റിച്ചിടുക. 5 കണ്ടിട്ടുണ്ടെങ്കിൽ വേണ്ടിക്ക് 8 കണ്ടതെന്ന് പറയാം, അല്ലെങ്കിൽ 5 കണ്ടിട്ടുണ്ടെങ്കിൽ 5 തന്നെ കണ്ടതെന്നും പറയാം. ഇപ്പോൾ ഏതാ കണ്ടതെന്ന് പറഞ്ഞാൽ 5. FIVE. വീണ്ടും 2 കാർഡ് എടുത്ത് മാറ്റുന്നു താഴത്തെ മേലെ. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇതിൽ നിന്ന് ഒന്നുകൂടി 2 കൂടി മാറ്റണം. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇനി ഇത്രയേരം പറഞ്ഞത് സത്യമാണോ? യെസ് നോ പറയും. അതും വേണ്ടിക്ക് എന്നെ പറ്റില്ല. യെസ് ആണോ നോ ആണെന്ന് പറയും. നോ ആണെങ്കിൽ 2 അക്ഷരം NO. വീണ്ടും 2 കാർഡ് മാറ്റുന്നു. മേളത്തെ മാറ്റി താഴത്തെ മാറ്റി. ഇനി ഒരു കാർഡാണ്. ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ട്രിക്ക് പറഞ്ഞോ? ഞാൻ ട്രിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ തന്നെ എല്ലാവരും ഇങ്ങനെ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് വേണ്ടത് പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. ആ കാർഡ്സിനോട് തന്നെ ഒരു 9 കാർഡ്സ് സെലക്ട് ചെയ്യാൻ പറയാം. ഇവിടുന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 2 3 4 5 6 7 8 9 കാർഡ്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഏത് എടുത്താലും ഇപ്പോൾ അവർ ഏതെങ്കിലും എടുക്കും. ഇപ്പോൾ ഇതെടുത്തു 2 ഓഫ് ഡയമണ്ട് എടുത്തു. അപ്പോൾ ഞാനിത് കാണിച്ചുകൊണ്ട് വെക്കാം. ഇങ്ങനെ വെക്കാം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് ഇവിടെ വെച്ചു, 2 ഓഫ് ഡയമണ്ട് വെച്ചു. ഇത് വെക്കേണ്ട പൊസിഷൻ എന്ന് വെച്ചാൽ ഇത് 5th പൊസിഷൻ. 1 2 3 4 5 5th കാർഡായിട്ട് ഇത് വെക്കുക. ഇപ്പോൾ ഞാൻ തിരിച്ച് കാണാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ കണ്ടതെന്നുള്ളത് ചോദിക്കുക. അത് തെറ്റ് പറഞ്ഞാൽ ശരി പറഞ്ഞാൽ ഏത് പറഞ്ഞാലും അതുണ്ട്. ഇപ്പോൾ ഡയമണ്ട് ആണെങ്കിൽ DIAMOND പിന്നെ ഫുൾ കാർഡ് അതിൻ്റെ മേലെ വെക്കുക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എപ്പോഴും മിഡിൽ തന്നെ വന്നു. താഴത്തെയും മേളത്തെയും കാർഡ് മാറ്റി വെക്കുന്നു. ഇനിയിപ്പോൾ അതെല്ലാം മാറി അവർ ഹാർട്സ് പറയുന്നെങ്കിൽ HEARTS ഹാർട്സ്. ഇപ്പോൾ എപ്പോഴും ഏത് 4 പറഞ്ഞാലും അതിൻ്റെ പൊസിഷൻ എപ്പോഴും മിഡിൽ തന്നെയായിരിക്കും. മേളത്തെയും താഴത്തെയും കാർഡ് പോവും. പിന്നെ ഉണ്ടാകുക 7 കാർഡ്സ്. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത് നമ്പറാണോ ലെറ്ററാണോ? അപ്പോൾ നമ്പറാണ് പറയുന്നെങ്കിൽ NUMBER നമ്പർ. അതതിൻ്റെ മേലെ ഇടുന്നു. അത് മിഡിൽ തന്നെ വരും. അതേ സംഭവം ലെറ്റർ ആയാലും അത് തന്നെ വരും. അപ്പോൾ വീണ്ടും താഴത്തെയും വെള്ളത്തെയും മാറ്റുന്നു. അടുത്തത് കണ്ടത് ഏതാണെന്ന് ചോദിക്കുന്നു. ഏതായിക്കോട്ടെ. ഇപ്പോൾ എയ്സ്, കിങ്, ക്യൂവിന് 1 2 3. ഇപ്പോൾ കിങ് കണ്ടത് KING കിങ്. വീണ്ടും അതിൻ്റെ പൊസിഷൻ മിഡിൽ തന്നെയായിരിക്കും. ഇത് 2 മാറ്റുന്നു. വെള്ളത്തിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ചോദിക്കുന്നു. യെസ് ആണെങ്കിൽ YES മിഡിൽ തന്നെ, നോ ആണെങ്കിലും NO നോ പിന്നെ അതിൻ്റെ മേലെ വെക്കും. എപ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ മിഡിലായിട്ട് കിട്ടും. ഈ ഓർഡറിൽ ചെയ്താൽ മതി.